സാധിക്കുക. കിഴക്കൻ ഏറനാട്ടിലെ വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു പ്രദേശത്ത് ആ കാലത്ത് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് അന്നത്തെ ചുറ്റുപാടുകൾക്കനുസരിച്ചുകൊണ്ട് തന്റെ പ്രദേശത്തുകാർക്ക് ലഭ്യമാക്കാവുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസം മതരംഗത്തും ഭൗതിക മേഖലകളിലും നേടിക്കൊടുക്കാനും അതോടൊപ്പം ആവശ്യാനുസരണം സംഘടനാ പ്രവർത്തനങ്ങളും രാഷ്ട്രീയവും പത്രപ്രവർത്തനവും അല്പം പാട്ടും സാഹിത്യവുമൊക്കെ സ്വീകരിക്കാനും അതിന് തന്റേതായ ചില ശൈലികൾ സ്വീകരിച്ചുകൊണ്ട് ആ മേഖലയിൽ വലിയ സംഭാവന അർപ്പിക്കാനും സാധിച്ചു എന്നുള്ളത് കേരളത്തിലെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർക്കിടയിൽ അപൂർവം ചില വ്യക്തിത്വങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള സവിശേഷതകളാണ്. മാത്രമല്ല ഇവിടെ പലരും പ്രസംഗങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിലും അത് വിശദീകരിക്കുന്നതിലും എന്നാൽ ഏത് പ്രതിയോഗികളാണെങ്കിലും അവരോടൊക്കെ പ്രതിപക്ഷ ബഹുമാനം സ്വീകരിച്ചുകൊണ്ട് തന്റെ നിലപാടുകൾ വളരെ ഭംഗിയായി വിശദീകരിക്കുന്ന കാര്യത്തിൽ മാനവരുടെ ഭാഷയും ശൈലിയും സമീപനവുമൊക്കെ നമ്മളെപ്പോലെയുള്ള സംഘടനാ പ്രവർത്തകർ വളരെ ഗൗരവം പഠിക്കേണ്ടതും പരിശീലിക്കേണ്ടതുമായിട്ടുള്ള ചില രീതികളാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പക്ഷേ മാനുഷികരെ പോലെയുള്ള ഒരു വലിയ പണ്ഡിതൻ ഈ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിർവഹിച്ചിട്ടുള്ള ഒട്ടേറെ സംഭാവനകൾ വിലയിരുത്തുമ്പോൾ അന്ന് ഈ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സംഘടനാ പ്രവർത്തനം നടത്തുവാനും ഈ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി പ്രവർത്തിക്കുന്ന ആ കാലം ഇവിടെ അവസാനമായി ബഹുമാന്യ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഗൾഫിലെല്ലാം പോയി വളരെ ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് എന്നാൽ സൂക്ഷ്മതയോടുകൂടി സാമ്പത്തികമായ സ്വരൂപണം നടത്തിക്കൊണ്ട് നിർവഹിച്ചിരുന്ന ആ ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് കേരളീയ മുസ്ലിം സമൂഹത്തിനിടയിൽ വലിയ ഒരു മുന്നേറ്റവും വളർച്ചയും സാധ്യമായത് എന്ന് പൊതുവായി നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഭാഗത്ത് ശക്തമായൊരു നേതൃത്വം, ഒരു സംഘടന, അതോടൊപ്പം 1970-ക്ക് ശേഷം ഗൾഫ് പണത്തിന്റെ ആ സാമ്പത്തിക സ്രോതസ് ഇങ്ങോട്ട് തുറന്നുവെച്ചു. മറ്റൊന്ന് സമാധാനപരമായ ഒരു ചുറ്റുപാട്. ഇങ്ങനെ 2-3 അനുകൂലമായ ഘടകങ്ങൾ ചേർന്നതുകൊണ്ടാണ് ധാരാളം പള്ളികളും മദ്രസകളും ദീനീ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഇവിടെ പടുത്തുയർത്താൻ സാധിച്ചത്. ആ സ്ഥാപനങ്ങൾ വളർന്നു വന്നതിന്റെ തണലിലാണ് സ്വാഭാവികമായും മതബോധമുള്ള, സംഘടിതബോധമുള്ള, തന്റെ സമുദായത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, തന്റെ രാജ്യത്തെക്കുറിച്ച് വളരെ ക്രിയാത്മകമായി ആലോചിക്കുന്ന ഒരു തലമുറയെ കേരളീയ സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചത്. പക്ഷെ ഇന്ന് ആ മേഖലകളൊക്കെ കടുത്ത വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ലോകത്താണെങ്കിലും ആഗോളതലത്തിലാണെങ്കിലും നമ്മുടെ ദേശീയ തലത്തിലാണെങ്കിലും പലപ്പോഴും നമ്മുടെ കേരളീയ ചുറ്റുപാടുകളിൽ പോലും വർഗീയതയും തീവ്രവാദവും മനുഷ്യരെ തമ്മിൽ ശത്രുക്കളാക്കി പരസ്പരം വിദ്വേഷം വളർത്തി തമ്മിലടിപ്പിച്ചുകൊണ്ട് ഈ നന്മകളെല്ലാം തച്ചുടക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ ഗൂഢാലോചനകൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ഒരു ഫാഷിസ്റ്റ് ഗവൺമെന്റ് എന്ന നിലയിൽ അവരുടെ പ്രകടന പത്രികയിൽ വളരെ നേരത്തെ പറയുകയും കാലങ്ങളായി ആക്രോശിച്ചുകൊണ്ടിരിക്കുന്ന അജണ്ടകൾ വളരെ തന്ത്രപൂർവ്വം നമ്മുടെ സമൂഹത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഈ സർക്കാർ സംവിധാനങ്ങൾക്കപ്പുറം അതേപോലെ മറ്റു അനുകൂലമായ സാഹചര്യങ്ങൾക്കപ്പുറം കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം സമൂഹത്തിന് വളർന്നുവരാൻ വലിയ ഒരളവോളം സാധിച്ച അനുകൂലമായ ഘടകമായിരുന്നു ഗൾഫ് മേഖലയിൽ നിന്നുള്ള സാമ്പത്തികമായ സൗകര്യങ്ങൾ. 2014 കൂടി വളരെ കൃത്യമായ കണക്കുകൾ പുറത്തുവന്നത് ഗൾഫ് മേഖലയിൽ എണ്ണയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്ന വരുമാനത്തിൽ വലിയ ഇടിവ് വന്നുകൊണ്ടിരിക്കുന്നുവെന്നും ആ സാമ്പത്തികമായ ആ അനുകൂലമായ ഘടകം സമ്പൂർണമായി നിലച്ചുപോകുന്നു എന്ന് മുന്നറിയിപ്പ് നൽകുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.
അവിടുത്തെ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സ്വദേശീയവൽക്കരണം പോലെയുള്ള റിപ്പോർട്ടുകൾ, അവിടെ നിലവിലുണ്ടായിരുന്ന ആ വരുമാനത്തിന്റെ സ്രോതസ്, അതിന്റെ വഴികളെല്ലാം അടഞ്ഞപ്പോൾ മറ്റു പോംവഴികളെക്കുറിച്ച് ആലോചിക്കാനും വലിയ തോതിലുള്ള നികുതികൾ ചുമത്തിക്കൊണ്ട് അവിടുത്തെ വരുമാനത്തിന് മറ്റു വഴികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇക്കാലം അത്രയും നമ്മുടെ സ്ഥാപനങ്ങളും മഹല്ലുകളും സംവിധാനങ്ങളും ഇവിടുത്തെ വിദ്യാഭ്യാസ സൗകര്യങ്ങളുമൊക്കെ ഏതർത്ഥത്തിലാണ് നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചത്, ആ സാമ്പത്തികമായ അനുകൂലമായ ഘടകം ഘട്ടം ഘട്ടമായി നിലച്ചുപോയിക്കൊണ്ടിരിക്കുന്നുവെന്ന വളരെ ആശങ്ക ഉളവാക്കുന്ന സൂചനകളാണ് ഒരു ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇങ്ങനെ വലിയ ഒരു നന്മ നിറഞ്ഞ ഒരു അന്തരീക്ഷം കേരളീയ മുസ്ലിം സമൂഹത്തിനിടയിൽ വളർത്തിക്കൊണ്ടുവരാൻ ഇതുപോലെയുള്ള അനുകൂലമായ ഒട്ടേറെ ഘടകങ്ങളുണ്ടായിരുന്നുവെങ്കിൽ ആ അനുകൂലമായ ഘടകങ്ങളെല്ലാം പ്രതികൂലമായി കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഇവിടെ ഏകസ്ത്രീകോടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുമ്പോൾ, മുസ്ലിം വ്യക്തി നിയമത്തിന്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ച വരുമ്പോൾ, ഇക്കഴിഞ്ഞ ഡിസംബർ 31 പാർലമെന്റ് പാസാക്കിയിട്ടുള്ള ബാലനീതി നിയമം എന്ന് പറയുന്ന ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പാർലമെന്റ് പാസാക്കി അതുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ ഇത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരർത്ഥത്തിൽ ഏകത്വത്തോട് കൊണ്ട് എന്താണ് ഇക്കാലമത്രയും ഇവിടുത്തെ ഫാഷിസ്റ്റ് ശക്തികൾ ലക്ഷ്യം വെച്ചിരുന്നത്, അത് ചില പ്രാഥമിക പ്രവർത്തനങ്ങളാണ് ഈ ബാലനീതി നിയമത്തിലൂടെ ഇവിടെ നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചാൽ ആർക്കും ബോധ്യമാകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സിന് താഴെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, അവർ താമസിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്റ്റലിലാണെങ്കിലും യതീംഖാനയിലാണെങ്കിലും അറബിക് കോളേജുകളിലാണെങ്കിലും അതേപോലെ ഓർഫനേജുകളിലാണെങ്കിലും അതേപോലെ പള്ളി ദർസുകളാണെങ്കിലും ഈ മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകൾ താമസിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിലും 18 വയസ്സിന് താഴെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ വിദ്യാർത്ഥികളെ താമസിച്ച് പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് നിബന്ധനകളുമായിട്ടാണ് ഈ ആക്ട് ഇത് നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നിരിക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആ കുട്ടികൾക്ക് പഠിക്കാനും താമസിക്കാനും അവരുടെ ഭക്ഷണ സൗകര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരുപാട് നിബന്ധനകളുണ്ട്. ഒരുപക്ഷെ ആ നിബന്ധനകളൊക്കെ ഒരു പരിധിവരെ പാലിക്കപ്പെടാൻ സാധിച്ചേക്കാം. എന്നാൽ അതിനേക്കാളപ്പുറം ഇന്ന് ശിശുക്ഷേമ കേന്ദ്രങ്ങൾ മുഖേനയായിരിക്കണം അവിടുത്തെ അഡ്മിഷൻ നടത്തേണ്ടിയിരിക്കുന്നത്. ഇവിടെ മലപ്പുറത്ത് ഒരു പള്ളി ദർസ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മലപ്പുറം കുന്നുമൽ വെട്ടുകൊണ്ട് രാത്രി സമയത്ത് ചൈൽഡ് ലൈനിന്റെ പ്രവർത്തകർ ഒരു അനാഥ കുഞ്ഞിനെ ആ KSRTC ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ ഈ പള്ളി ദർസിൽ കൊണ്ടുപോയാക്കാം. അവന്റെ ജാതിയോ മതമോ അവന്റെ മാതാവോ പിതാവോ എന്ന കുടുംബമോ നോട്ടമില്ല, ആ പള്ളി ദർസിൽ കൊണ്ടുപോയാക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ സ്ഥാപനത്തിൽ കൊണ്ടുപോയാക്കാം. അവിടെ ഈ കുട്ടി പഠിച്ചു വളരുമ്പോൾ ഈ കുട്ടി കുറച്ചു കാലം കഴിയുമ്പോൾ ആ കുട്ടിയുടെ പ്രായവും പക്വതയും ഒരു 10-15 വയസ്സെത്തുമ്പോൾ ഈ കുട്ടി പറയുന്നു, എനിക്ക് എല്ലാ ദിവസവും രാവിലെ കുറച്ചു സമയം ഗീത പാരായണം ചെയ്യണം, അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കാൻ ആ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് ബാധ്യസ്ഥരാണ്. ഇനിയല്ല, ഒരു മുസ്ലിം വിദ്യാർത്ഥിയാണ്, അവൻ സുബഹിക്ക് എഴുന്നേൽക്കുന്നില്ല, ഉസ്താദ് അവനെ പിടിച്ചിട്ട് 2 അടി കൊടുത്തു, അവന് വേണമെങ്കിൽ എന്നെ ഇതാ പീഡിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥാപനത്തിന്റെ മുമ്പിൽ പരസ്യമായി വലിയ അക്ഷരത്തിൽ എഴുതി വെക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ടോൾ ഫ്രീ നമ്പറിൽ ആ കുട്ടിക്ക് തന്നെ തന്റെ അധ്യാപകനെതിരെ പരാതി കൊടുക്കാൻ, അതിനെ കുറിച്ച് പരാതിപ്പെടാനും ആ അധ്യാപകനെ തൊട്ടടുത്ത മിനിറ്റുകൾക്കകം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായ തലത്തിൽ ഒരർത്ഥത്തിൽ മതപരമായ സംസ്കാരവും അച്ചടക്കവും നിലനിർത്താൻ വേണ്ടി ഇവിടെ നടത്തിയിരുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, മാനേജ്മെന്റുകൾ ആ ദൗത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന തലത്തിലേക്കുള്ള ശക്തമായൊരു നിയമം നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറയാനുള്ള കാരണം. ഈ രീതിയിൽ ഒരു കാലത്ത് നമ്മളൊക്കെ മാനമുസ്ലിയാർ അനുസ്മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1980-കളിൽ ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ട അന്ന് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള ശരീഅത്ത് വിരുദ്ധ മൂവ്മെന്റുകൾക്കെതിരെ ശക്തമായി ഇസ്ലാമിക ശരീഅത്തിനെ വിശദീകരിക്കാനും അതിന്റെ പ്രായോഗികമായ പ്രാമാണികമായ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനൊക്കെ അതേപോലെ പണ്ഡിതന്മാർ വളരെ ആവേശത്തോടുകൂടി ആത്മാർത്ഥമായി രംഗത്ത് വന്നിരുന്നുവെങ്കിൽ ഇന്ന് സമാനമായ അല്ലെങ്കിൽ അതേക്കാൾ കുറച്ചുകൂടി ഗൗരവതരമായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദൗർഭാഗ്യവശാൽ നമ്മുടെ സമുദായത്തിനകത്ത് തന്നെ
മുസ്ലിം വ്യക്തി നിയമം പരിഷ്കരിക്കണം. മുസ്ലിം വ്യക്തി നിയമത്തെ പൂർണ്ണമായി ശരിയാണ് എന്ന് നമ്മൾ പാലിക്കുന്നില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അന്നത്തെ അവരുടെ ചുറ്റുപാടുകൾക്കനുസരിച്ചുകൊണ്ട് അവർക്ക് ലഭ്യമായ ചില നിയമങ്ങൾ ചേർന്നതായിരിക്കാം. പക്ഷേ ഇന്ത്യ രാജ്യത്തെ ഏക സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് പറയുകയും അതിനുവേണ്ടി വാദിക്കുകയും അതിനുവേണ്ടി നിയമനിർമ്മാണം നടത്തുകയും അത് പ്രകടന പത്രികയിൽ കൊണ്ടുവന്നുകൊണ്ട് മഹാഭൂരിപക്ഷത്തോടുകൂടി ഒരു ഗവൺമെന്റ് രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉത്തരവാദപ്പെട്ട മുസ്ലിം സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ മുസ്ലിം വ്യക്തി നിയമം പരിഷ്കരിക്കണമെന്ന് വാദിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് മറുമരുന്നായി അതിന് പരിഹാരമായി ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്നത് ഏക സിവിൽ കോഡാണ്. മുസ്ലിം വ്യക്തി നിയമം പരിഷ്കരിക്കണമെങ്കിൽ, ഹിന്ദു കോഡ് പരിഷ്കരിക്കണമെങ്കിൽ, ക്രിസ്ത്യൻ കോഡ് പരിഷ്കരിക്കണമെങ്കിൽ, അങ്ങനെ ഓരോ മതത്തിനും ഓരോ സമുദായത്തിന്റെയും ഒക്കെ താല്പര്യമനുസരിച്ചുകൊണ്ട് ഇങ്ങനെ പരിഷ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിന് പരിഹാരം രാജ്യത്തെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കലാണ് കരണീയമായിട്ടുള്ള മാർഗമെന്ന് ഇവിടെ ഒരുപറ്റം പുരോഗമനവാദികളും ഫാസിസ്റ്റ് ശക്തികളും നിരീക്ഷണ നിർമ്മിത പ്രസ്ഥാനക്കാരുമൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുള്ള അവസരം കാത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് സ്വാഭാവികമായി മുസ്ലിം സമൂഹത്തിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കും. ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾ, അവരുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ആ രീതിയിൽ എഴുതാനും പ്രസംഗിക്കാനും അതിനുവേണ്ടി എത്രത്തോളം അവർ മുന്നോട്ട് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രഹസ്യമായി ജമാഅത്ത് ഇസ്ലാമി സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം വ്യക്തി നിയമം എങ്ങനെ പരിഷ്കരിക്കണമെന്നതിനെ കുറിച്ച് അവർ തന്നെ ഒരു പറ്റം നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ചുകൊണ്ട് ആ മുസ്ലിം വ്യക്തി നിയമ പരിഷ്കരണത്തിന്റെ ഒരു കരട് രേഖ ജമാഅത്ത് ഇസ്ലാമി തയ്യാറാക്കിയിട്ട് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോഡി ഗവൺമെന്റ് സമർപ്പിച്ചിരിക്കുന്നു എന്ന ഞെട്ടലുളവാക്കുന്ന വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്, 2 തവണ രാജ്യത്ത് നിരോധിക്കപ്പെട്ടൊരു പ്രസ്ഥാനം ഇനിയും ഒരുപക്ഷെ അവരുടെ പഴയകാല ചരിത്രങ്ങളും പാരമ്പര്യവും പരിശോധിക്കപ്പെടുമ്പോൾ ഇനിയും അവരുടെ നിലനിൽപ്പ് ഭീഷണിയാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് രാജ്യത്തെ ഗവൺമെന്റിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, അവരോട് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ ഒരു കാലത്ത് ഈ രാജ്യത്ത് ഇസ്ലാമിക ഭരണമുണ്ടാക്കണമെന്ന് വാദിച്ചു വന്ന ആളുകൾ തന്നെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന അപകടകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിച്ചതിന്റെ മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ജെഎൻയുവിൽ നടന്നിട്ടുള്ള അവിടുത്തെ വിദ്യാർത്ഥികൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് വലിയ വിവാദങ്ങൾ ലോകത്തോടനീളം അതുമായി ബന്ധപ്പെട്ടുണ്ടായപ്പോ സമാനമായ ചില നിലപാടുകൾ സ്വീകരിക്കാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വന്നു. പലപ്പോഴും ഈ ഒരു ഭാഗത്ത് മാധ്യമം പത്രം പോലെയുള്ള മീഡിയ വൺ ചാനൽ പോലെയുള്ള ആളുകൾ ഒരു ഭാഗത്ത് മനുഷ്യാവകാശത്തിന്റെ പക്ഷത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ മറുഭാഗത്ത് ഇതേപോലെ ഏക സിവിൽ കോഡ് പോലെയുള്ള ഈ ബിജെപി ഗവൺമെന്റ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന അജണ്ടകൾക്ക് അനുകൂലമായിട്ടുള്ള ചില സമീപനങ്ങൾ വെച്ചു പുലർത്തുന്നതായിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ ധ്വനിപ്പിക്കുന്ന അഭിമുഖങ്ങളും സംഭാഷണങ്ങളും ചില പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോ ഈ കനയ്യ എന്ന് പറയുന്ന ജെഎൻയുവിലെ അവിടുത്തെ ചെയർമാൻ അറസ്റ്റ് ചെയ്തപ്പോ ആ കുട്ടിയുടെ ആ വിദ്യാർത്ഥിയുടെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ഡൽഹിയിലെ സമുന്നതനായ നേതാവായ ആ നേതാവിന്റെ മകനായിരുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന ഉമർ ഖാലിദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അവ സ്വന്തം നേതാവിന്റെ മകനെ രാജ്യദ്രോഹ കുറ്റത്തിനു വേണ്ടി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോ സ്വന്തം മകന്റെ പേരിൽ പോലും ഇങ്ങനെ അതിനെ മോചിപ്പിക്കാനും അങ്ങനെ ഇത്തരം ഗവൺമെന്റിനോട് ഈ രീതിയിലുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലത്തിലേക്ക് മുസ്ലിം സമുദായത്തിനകത്ത് തന്നെയുള്ള ചില ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. മലപ്പുറം ജില്ലയിലെ താനൂരിൽ ബിജെപി സ്ഥാനാർത്ഥിയെ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങൾ പരസ്യമായി ഒരു ചാനലിനോട് പറഞ്ഞു, ഞാൻ വലിയ ഉസ്താദിന്റെ ആശീർവാദത്തോടുകൂടിയാണ് ഇവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇങ്ങനെ മുസ്ലിം സമൂഹത്തിനകത്ത് തന്നെ ഏക സിവിൽ കോഡിന് വേണ്ടി വാദിക്കാനും ഏക സിവിൽ കോഡിലെ ചർച്ചകൾ വരട്ടെ, നമുക്ക് ആലോചിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. മുസ്ലിം വ്യക്തി നിയമം പരിഷ്കരിക്കണം. ആ മുസ്ലിം വ്യക്തി നിയമ പരിഷ്കരണത്തിന്റെ കരട് രേഖ ബിജെപി നേതാക്കൾക്ക് പോലും കൊണ്ടുപോയി കൊടുക്കാൻ മാത്രം ഇങ്ങനെ വിധേയപ്പെട്ട് ജീവിക്കുന്ന, ഇങ്ങനെ കോംപ്രമൈസ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിലുള്ള പ്രവണതകൾ നമ്മുടെ സമുദായത്തിനകത്ത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ ചുറ്റുപാടുകൾക്കനുസരിച്ചുകൊണ്ട്, കേരളീയ പശ്ചാത്തലം അനുസരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ മുസ്ലിം സമൂഹം ഇക്കാലമത്രയും കടന്നു വന്നൊരു വഴിയുണ്ട്. നമ്മൾ ഈ രാജ്യത്തെ ഭരണഘടന അംഗീകരിക്കുന്നവരാണ്, ഈ രാജ്യത്തിന്റെ ഭരണകൂടങ്ങളെ അംഗീകരിക്കുന്നവരാണ്.
പക്ഷേ ഈ രാജ്യത്തിന്റെ ഭരണഘടന ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും മറ്റു ന്യൂനപക്ഷങ്ങൾക്കും വകവെച്ചു കൊടുക്കുന്ന ചില അവകാശങ്ങളുണ്ട്. നാം മനസ്സിലാക്കണം, ഇവിടെ ഒരു കാലത്ത് ഇസ്ലാമികമായ ക്രിമിനൽ നിയമങ്ങൾ പോലും നടപ്പിലാക്കാനുള്ള അവകാശാധികാരങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. മുഗൾ ചക്രവർത്തിമാർ രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് ഇസ്ലാമികമായ ക്രിമിനൽ വ്യവസ്ഥകൾ നടപ്പിലാക്കിയതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നമ്മുടെ സംസ്ഥാനത്ത് പോലും, നമ്മുടെ കേരളത്തിൽ പോലും സാമൂതിരി രാജാവ് ഭരിച്ചിരുന്ന കാലത്ത് മഹദൂമാർക്ക് മുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാമികമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ സാമൂതിരി രാജാവ് മഹദൂമാർക്ക് അനുമതി കൊടുത്തുകൊണ്ടൊരു പാരമ്പര്യം നടക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളോ മുസ്ലിം പണ്ഡിതന്മാരോ മുസ്ലിം സംഘടനകളോ ഇവിടെ ഒരു ക്രിമിനൽ നിയമം ഇസ്ലാമികമായി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ വാദം ഇവിടെ ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ഈ രാജ്യത്തെ ക്രിമിനൽ നടപടിക്രമങ്ങളൊക്കെ ഈ രാജ്യത്തെ പൊതുസമൂഹത്തിന് ആവശ്യമായ രീതിയിൽ എല്ലാ പൗരന്മാർക്കും ഒരേപോലെ നടപ്പിലാക്കുന്ന പോലെ ഈ രാജ്യത്തിന്റെ ഭരണഘടന വകവെച്ച് നൽകുന്ന മതപരമായ വിശ്വാസവും സംസ്കാരവും അനുസരിച്ചുകൊണ്ട് ജീവിക്കാവുന്ന മൗലികമായ അവകാശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ആവശ്യമായ ആ നിയമവും നിയമപരീക്ഷയും ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന് വേണമെന്ന് ഇക്കാലം അത്രയും ആവശ്യപ്പെടാനും അതിനുവേണ്ടി പോരാട്ടം നടത്താനും നിരന്തരമായി അത്തരം ക്യാമ്പയിനുകളുമായിട്ട് മുസ്ലിം സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാരമ്പര്യമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ആ പാരമ്പര്യത്തിന്റെ വഴികളിലൂടെയാണ് എക്കാലം അത്രയും സമസ്ത കേരള ജമിയത്തുലമ മുന്നോട്ട് പോയിട്ടുള്ളത്. ആ സമസ്ത കേരള ജമിയത്തുലമയുടെ പാരമ്പര്യത്തെ പുതിയ തലമുറയിൽ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനുമാണ് സ്വാഭാവികമായും SKSF എന്ന് പറയുന്ന അതിന്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത്. ആ ദൗത്യമാണ് നമ്മൾ സ്വാഭാവികമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായും ഇന്നത്തെ ന്യൂ ജനറേഷൻ എന്ന് പരിചയപ്പെടുത്തപ്പെടുന്ന ഈ വിഭാഗത്തിനിടയിൽ, പുതിയ തലമുറക്കിടയിൽ ഇന്ന് പരിചയപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ ഒരു സ്വഭാവം, പുതിയൊരു പ്രവണത എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആവണം. നമ്മുടെ ചില കോംപ്രമൈസിന്റെ രീതിയിലേക്കാവണം. രാജ്യത്തെ ചുറ്റുപാടുകൾക്കനുസരിച്ച്, രാജ്യത്തെ പുതിയ ട്രെൻഡുകൾക്കനുസരിച്ചുകൊണ്ട്, രാജ്യത്തെ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ മതപരമായ വിശ്വാസവും സംസ്കാരവും ഒക്കെ അത് സ്വകാര്യ ജീവിതത്തിലേക്ക് ചുരുക്കിക്കൊണ്ടുവന്ന് നമ്മുടെ വേഷവിധാനങ്ങളിലും നമ്മുടെ നിലപാട് പറച്ചിലുകളിലും നമ്മുടെ പെരുമാറ്റങ്ങളിലുമൊക്കെ കുറച്ചുകൂടി വിട്ടുവീഴ്ചകൾ ചെയ്യണം. വേണമെങ്കിൽ അല്പം വിധേയപ്പെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം എന്നൊക്കെ ചിന്തിപ്പിക്കുന്ന, അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥാവിശേഷമാണ്. അവ സ്വാഭാവികമായും SKSF പോലെയുള്ള സമസ്തയെ പോലെയുള്ള ഈ പ്രസ്ഥാനം ഇവിടെ രൂപീകരിച്ചതും ഇതിനെ വളർത്തിക്കൊണ്ടുവന്നതും ഇന്നും ഇതിന് സ്ഥാപിത ലക്ഷ്യമായിട്ടുള്ളത് പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗരേഖയായിട്ടുള്ള അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ചുകൊണ്ട് പുതിയ തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യതയായിട്ടുള്ളത്. ആ ബാധ്യത നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇന്ന് അനുസരിച്ചുകൊണ്ടിരിക്കുന്ന KT മാനുസ്ലിയാരെ പോലെയുള്ള, മഹാനായ ശംസുലമയെ പോലെയുള്ള, നാട്ടുസ്ഥാദിനെ പോലെയുള്ള സമസ്ത കേരളത്തിന്റെ പാരമ്പര്യത്തിൽ കടന്നുകൊണ്ടുള്ള ആ വിശുദ്ധരായ പണ്ഡിതന്മാരോട് നമ്മൾ ചെയ്യുന്ന പരിമിതമായ ഏറ്റവും ലളിതമായ നീതി കൂടിയാണ്. കാരണം ആ വഴികളിലൂടെ ഈ സമൂഹത്തെ വളർത്താൻ ബാധ്യതപ്പെട്ട ആളുകളാണ് നമ്മൾ. അങ്ങനെ സംഘടനാ പ്രവർത്തനവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ ശത്രുക്കളെ ക്ഷണിച്ചു വരുത്തുക എന്നുള്ളത് നമ്മുടെ അജണ്ടയല്ല. പുതിയ ശത്രുക്കളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ അജണ്ടയല്ല. ഈ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ അജണ്ടയല്ല. ഇവിടെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മതരംഗത്തും രാഷ്ട്രീയ രംഗത്തും കേരളത്തിന്റെ പ്രത്യേകിച്ച് മലബാറിന്റെ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിന് ഒരിക്കലും മുഴലുണ്ടാവാൻ പാടില്ല. ആ പാരമ്പര്യം രാഷ്ട്രീയ രംഗത്താണെങ്കിലും മതരംഗത്താണെങ്കിലും ഈ സമുദായം നയിച്ചു വളർത്തിയിട്ടുള്ള, ഈ സമുദായത്തിന് ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവരുത്തിയുള്ള ഒരു സംവിധാനം, അതിന് വിള്ളലുണ്ടാക്കുന്ന ഏത് പ്രവണതകൾ ഏത് കാലത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിലും അതിനെതിരായ നിലപാട് സ്വീകരിക്കാനാണ് എല്ലാ കാലത്തും സമസ്ത കേരള ജമിയത്തുലമയും അതിന്റെ കീഴ്ഘടകങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്. നമുക്കറിയാം 1970-കളിൽ 80-കളിൽ സമസ്ത കേരള ജമിയത്തുലമയുടെ സുന്നി യുവജന സംഘത്തെ ഒരു രാഷ്ട്രീയ വിന്യാസം എന്ന് പറഞ്ഞ് ഒരു വിഭാഗം രംഗത്ത് വന്നപ്പോ സമസ്ത കേരള ജമിയത്തുലമയുടെ അന്നത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ആ വാദത്തെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള നിലപാടിനെ അംഗീകരിക്കാതെ ആ പ്രളയം ചവച്ചുകൊണ്ടിലേക്ക് വലിച്ചെറിയാനുള്ള കാരണം എന്താണ്? മുസ്ലിം സമൂഹത്തിനകത്ത് പുതിയ രാഷ്ട്രീയമായ
ചിന്താഗതികളെ വളർത്തിക്കൊണ്ടുവന്ന് ഈ സമുദായത്തിനിടയിൽ രാഷ്ട്രീയമായ ഭിന്നിപ്പുണ്ടാക്കുന്നത് ഈ സമുദായത്തിന് ദോഷം ചെയ്യുന്നതുകൊണ്ടാണ്. അത് സമസ്ത കേരള ജമീയത്തുലമയെ സംബന്ധിച്ചിടത്തോളം ആശയപരമായി ദോഷം ചെയ്യുന്ന ഒരു സംഗതിയല്ല, സംഘടനാപരമായി ബാധിക്കുന്ന ഒരു സംഗതിയല്ല. എന്നാൽ അടിസ്ഥാനപരമായി സമുദായത്തെ അത് ദോഷകരമായി ബാധിക്കുന്നതുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിനകത്ത് പുതിയൊരു രാഷ്ട്രീയമായ വിധിയെ രൂപീകരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അതിനെ എല്ലാവർക്കും നിരുപാധികമായി തള്ളിക്കളയുന്ന നിലപാട് സ്വീകരിക്കാൻ കാരണം. നമുക്കറിയാം, മഹാനായ കെ അബൂബക്കർ ഹസ്രത്ത് മഹാനായ സമസ്ത കേരള ജമീയത്തുലമയുടെ പ്രസിഡന്റായിരിക്കുന്ന കാലം കെ ഉസ്താദിന്റെ ശിഷ്യനായിരുന്നു. പട്ടിക്കാട് ജാമിയ അറബി കോളേജിൽ പഠിച്ച ശിഷ്യനായിരുന്നു അബ്ദുൽ നാസർ മഅദനി. അദ്ദേഹം ISS പോലെയുള്ള അദ്ദേഹത്തിന്റെ ആ തീവ്രവാദത്തിന്റെ ആ പ്രഭാഷണങ്ങളുമായി കടന്നുവരുന്ന കാലം അന്ന് ഒരിക്കൽ പെരിന്തൽമണ്ണ കോടതിപ്പടിയിൽ മഅദനി ISSന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു. ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നപ്പോ തന്നെ പഠിപ്പിച്ച ഉസ്താദ് പട്ടിക്കാട് ജാമിയയിൽ ഉണ്ടെന്നറിഞ്ഞ് ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നു മഅദനി. ഉസ്താദിന്റെ അടുത്ത് വന്നു, കെ ഉസ്താദിന്റെ അടുത്ത് വന്ന് റൂമിൽ ചെന്നിരുന്നു. അങ്ങനെ പരിചയപ്പെടുത്തി. അപ്പോൾ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം മഅദനിയോട് കെ ഉസ്താദിന് വല്ലാത്ത സ്നേഹമായിരുന്നു. കാരണം മഅദനി കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് നല്ല മതപ്രഭാഷകനായിരുന്നു. അപ്പോ ജാമിയ അറബി കോളേജിൽ വളർന്നു വരുന്ന തന്റെ ഒരു ശിഷ്യൻ ഇങ്ങനെ നല്ല വയറ് പറയുന്ന ഒരു ശിഷ്യനായല്ലോ എന്ന താല്പര്യം കൊണ്ട് തന്നെ ഉസ്താദിന് വലിയ താല്പര്യമായിരുന്നു. അങ്ങനെയാണ് ആ ശിഷ്യൻ ISSന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പെരിന്തൽമണ്ണയിൽ വന്നപ്പോ ജാമ്യയിൽ വന്നുകൊണ്ട് ഉസ്താദിനെ കാണുന്നത്. ഉസ്താദ് അടുത്തിരുത്തി ഉസ്താദിനെ വളരെ അടുത്ത് നിന്ന് നമുക്ക് പരിചയമില്ല, മുതിർന്ന ആളുകൾക്ക് നന്നായിട്ട് അറിയാമായിരിക്കാം. ലളിതമായി പെരുമാറുന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെ നിഷ്കളങ്കമായി സംസാരിക്കുന്ന ഉസ്താദ് മഅദനിയുടെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, മോനെ നിന്റെ പ്രസംഗങ്ങളെ കുറിച്ചൊക്കെ പലരും പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ആ നമ്മളെപ്പോലെയുള്ള തലപ്പാവും അതേപോലെ താടിയും അതേപോലെ തൊപ്പിയും വെച്ച മതപണ്ഡിത വേഷം ധരിക്കുന്ന ആളുകൾ അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. ഇസ്ലാമിനെ കുറിച്ചൊക്കെ മറ്റുള്ളവർക്കിടയിൽ അങ്ങനെ മോശമായ തെറ്റിദ്ധാരണകൾ നടത്തുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇലാഹിയായ തൗഫീഖായി നൽകിയ 2 പ്രസ്ഥാനങ്ങളെ മഹാനായ കെ ഉസ്താദ് മഅദനിയുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. ഇലാഹിയായ തൗഫീഖായി കേരളത്തിലെ മുസ്ലിങ്ങൾ നൽകിയിട്ടുള്ള 2 പ്രസ്ഥാനങ്ങളുണ്ട്. ഒന്ന് സമസ്ത കേരള ജമീയത്തുലമ, ഒന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മഹാനായ കെ അബൂബക്കർ ഹസ്രത്ത് തങ്ങളുടെ ശിഷ്യനായ മഅദനിയോട് സൂചിപ്പിക്കുന്നു, ഈ 2 പ്രസ്ഥാനങ്ങളും ഇലാഹിയായ തൗഫീഖായി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ലഭ്യമായ 2 സംഘടനകളാണ്. ആ സംഘടനകൾക്ക് അതിന്റെ നയപരമായ കാര്യങ്ങളിൽ, അതിന്റെ അഭിപ്രായ പ്രകടനങ്ങളിൽ, അതിന്റെ ചില നിലപാടുകളൊക്കെ നമുക്ക് മാനസികമായി യോജിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അത് രണ്ടും മഹാന്മാർ സംഘടിപ്പിച്ച, മഹാന്മാർ സ്ഥാപിച്ച 2 പ്രസ്ഥാനങ്ങളാണ്. നീ ഒരിക്കലും അതിനെതിരായ നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്ന് മഹാനായ കെ ഉസ്താദ് തന്റെ ശിഷ്യനെ ഉപദേശിക്കുകയുണ്ടായി. അങ്ങനെ ഉപദേശിച്ച് ആ ഉപദേശം കഴിഞ്ഞ് ഉസ്താദിന്റെ ഉപദേശം കേട്ട് ഇദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ച് യാത്ര പറഞ്ഞ് തിരിച്ചുപോയി. അന്ന് മഗ്‌രിബിന് ശേഷം പെരിന്തൽമണ്ണയിൽ നടത്തിയ പ്രഭാഷണം തുടങ്ങുന്നത് തന്നെ അദ്ദേഹം ആ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇവിടെ ഇരുപറ്റം രാഷ്ട്രീയക്കാർ നടത്തിയ ഒരു സ്ഥാപനത്തിൽ ഞാൻ പോയി, അവിടെ വെച്ച് പച്ച പുതച്ച ഒരു മനുഷ്യൻ എന്നെ കുറെ ഉപദേശിച്ചു. അത്തരം ഉപദേശങ്ങളിൽ വീണു പോകുന്നവരല്ല ഈ അബ്ദുൽ നാസർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ കൈയടിച്ചു, ഒരുപാട് ആളുകൾ കുട്ടികൾ ചൊല്ലി. പക്ഷേ കെ അബൂബക്കർ ഹസ്രത്തിന് മുമ്പിൽ ആ പ്രസംഗം കൃത്യമായി കുട്ടികൾക്ക് കേൾക്കാൻ വേണ്ടി ജാമിയയിൽ നിന്ന് അറിയാതെ പെരിന്തൽമണ്ണയിൽ അബ്ദുൽ നാസർ മഅദനിയുടെ പ്രസംഗം കേൾക്കാൻ പോയ ആളുകൾ, അവിടുത്തെ ജാമിയയിലെ വിദ്യാർത്ഥികൾ അന്നുണ്ടായിരുന്ന ചെറിയ ടേപ്പ് റെക്കോർഡറിൽ ആ പ്രസംഗം റെക്കോർഡ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ കെ ഉസ്താദിന്റെ റൂമിൽ കൊണ്ടുപോയി കേൾപ്പിച്ചു കൊടുത്തു. കെ അബൂബക്കർ ഹസ്രത്ത് ആ പ്രസംഗം കേൾക്കി തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ പരാമർശങ്ങളാണ് കേൾക്കുന്നത്. ആ കൊണ്ടുവന്ന കുട്ടിയോട് പറഞ്ഞു, ഇത് ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. ആ പ്രസംഗം കേൾക്കാൻ കൂട്ടാക്കിയില്ല. വാതിൽ ചാരി ഉസ്താദ് ആ റൂമിലിരിക്കുന്നു. മറ്റൊന്ന് ആവശ്യത്തിന് വേണ്ടി കുറച്ചു കഴിഞ്ഞ് മറ്റൊരു വിദ്യാർത്ഥി ആ റൂമിലേക്ക് ചെന്നപ്പോ ഒരു കൊച്ചുകുട്ടിയെ പോലെ തന്റെ ശിഷ്യന് സംഭവിച്ച ഈ അപകടത്തിൽ ചോർത്തുകൊണ്ട് ഈ കെ അബൂബക്കർ ഹസ്രത്ത് എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ പൊട്ടിക്കരയുന്നതായി കണ്ടുവെന്ന് ആ കടച്ചിൽ നേരിട്ട് കണ്ട ഒരു ഫൈസി പണ്ഡിതൻ എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, മുസ്ലിം സമൂഹത്തിന് ഭിന്നിപ്പുണ്ടാക്കുന്ന, മുസ്ലിം സമുദായം വളർന്നു വന്ന പാരമ്പര്യത്തിന്റെ
കൊടകൾ കത്തിവെക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ ഉലമാക്കളും ഉമറാക്കളും കടന്നു വന്ന വഴിക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നവർക്കെതിരായിട്ടാണ് എല്ലാ കാലത്തും സമസ്ത കേരള ജമീയത്തുലമയുടെ പണ്ഡിതന്മാരും അതിന്റെ പോഷകഘടകങ്ങളും നിലപാട് സ്വീകരിച്ചിട്ടുള്ളൂ. അവരെല്ലാം പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്നവരായിരുന്നു, അവരെല്ലാം പണ്ഡിതന്മാരെ ആദരിക്കുന്നവരായിരുന്നു, അവരെല്ലാം പണ്ഡിതന്മാരുടെ ഉപദേശങ്ങൾക്ക് വില കൽപ്പിക്കുന്നതായിരുന്നു. ഇന്നൊക്കെ പലർക്കുമുള്ള അസ്വസ്ഥത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഇങ്ങനെ ലീഡർഷിപ്പും നേതാവായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളോട് ആരും അഭിപ്രായം ചോദിക്കുന്നില്ല, അഭിപ്രായമൊക്കെ അത്യാവശ്യക്കാരോട് വിളിച്ച് ചോദിക്കുകയാണ്. ഇതാണ് ഓരോരുത്തരുടെ പ്രശ്നം. ഞങ്ങൾ കുറെ കാര്യങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സംസ്ഥാന നേതാവല്ലേ, ഞാൻ ജില്ലാ നേതാവല്ലേ, ഞാൻ മറ്റു പഞ്ചായത്തിലേക്ക് മത്സരിച്ചോനല്ലേ, ഞാനൊക്കെ ഇവിടെ ഉണ്ടായിരിക്കുമ്പോ എങ്ങനെയാണ് SKSന്റെ പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും അതേപോലെ SKSന്റെ നേതാക്കന്മാരോടൊക്കെ ഇങ്ങനെ ആ മണ്ഡലത്തിൽ ഇന്നാളെ പറ്റുമോ, ഈ മണ്ഡലത്തിൽ ഇന്നാളെ പറ്റുമോ, എന്താണ് നിങ്ങൾ അഭിപ്രായം എന്ന് വിളിച്ചു ചോദിക്കുക എന്താണ് എന്നതാണ് പല ആരുടെയും ഈ ഞരമ്പ് രോഗത്തിൽ വരുന്നില്ല. SKSനെ പോലെയുള്ള ഈ സംഘടന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും സമസ്ത കേരള ജമീയത്തുലമയാണെങ്കിലും അതിന്റെ പോഷക സംഘടനകളാണെങ്കിലും കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന യുവജന വിദ്യാർത്ഥികൾക്കിടയിൽ ശക്തമായ വേരോട്ടമുള്ള അതിന് നേതൃത്വം ഒരു കാര്യം പറഞ്ഞാൽ അച്ചടക്കത്തോടുകൂടി സ്വീകരിക്കാൻ സന്നദ്ധരായ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സംഘടനാ പോർട്ടലുള്ള ഒരു സംഘടനയാകുമ്പോൾ സ്വാഭാവികമായും അത് ചോദിച്ചിരിക്കണം, സ്വാഭാവികമാണ്. അതിലാരും വേവരാതി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാരും എവിടെയും ഉപദേശം നേടാൻ പോകാറില്ല. SKSനെ സംബന്ധിച്ചിടത്തോളം, സമസ്തയുടെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം നാം ആരെയും മുടക്കാനോ നിർത്താനോ ഒന്നിനും പോകാറില്ല. പക്ഷെ നമ്മോട് ഇങ്ങോട്ട് അഭിപ്രായം ചോദിക്കുന്നതിൽ മറ്റുള്ളവരുടെ മേക്കടത്തിൽ അതുകൊണ്ട് കാര്യമില്ല. അത് ഈ സംഘടനയ്ക്ക് മുസ്ലിം യുവജനങ്ങൾക്കിടയിൽ, ചെറുപ്പക്കാർക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ ശക്തമായ സ്വാധീനമുണ്ടെന്ന് ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ മനസ്സിലാക്കിയപ്പോ അതുകൊണ്ടുണ്ടാകുന്ന സ്വാഭാവികമായ അഭിപ്രായം ചാടലാണെന്ന് മനസ്സിലാക്കിയാൽ മതി. മാത്രവുമല്ല, SKSനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ഞാൻ പറയുന്നു, ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ച ഈ ബാലനീതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയം, ഇവിടെ യതീംഖാനയുമായി ബന്ധപ്പെട്ട ഒരു ആക്ട് കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ കൊണ്ടുവന്നു. ആ ആക്ട് കൊണ്ടുവന്ന സമയത്ത് തന്നെ അത് സംസ്ഥാനത്ത് എങ്ങനെ നടപ്പിലാക്കണമെന്ന് ആവശ്യമായ ചട്ടങ്ങൾ രൂപീകരിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റിനായിരുന്നു. സംസ്ഥാന ഗവൺമെന്റ് ആ ചട്ടമുണ്ടാക്കുന്ന സമയത്ത് വേണ്ടത്ര അതിലിടപെടാതിരിക്കുകയും ഇവിടെ ആയിരക്കണക്കിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യതീംഖാനകളുടെ സുരക്ഷിതത്വവും ആ യതീം മക്കൾ ഈ സമൂഹത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനയും ആ യതീം മക്കളിലൂടെ ഇവിടെ ഉണ്ടായിട്ടുള്ള സാമൂഹ്യ വളർച്ചയുടെ ആ പശ്ചാത്തലമൊന്നും പരിശോധിക്കാതെ ഏതോ രണ്ട് സവർണന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ആ ചട്ടം എഴുതാൻ കൊടുത്തതിന്റെ തിക്തഫലം യതീംഖാന വിവാദത്തിലൂടെ കേരളത്തിലെ യതീംഖാനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സമസ്തയുൾപ്പെടെയുള്ള ഉത്തരവാദപ്പെട്ട സംഘടനകളും നേതാക്കളും യതീംഖാനയുടെ മാനേജ്മെന്റും നന്നായി അനുഭവിച്ചിട്ടുള്ളതാണ്. അതിനേക്കാൾ വലിയൊരു ഭവിഷ്യത്താണ് ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെ കേരളത്തിൽ വരാനിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി നടക്കുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ഉത്തരവാദിത്തബോധത്തോടുകൂടി ഞാൻ പറയുന്നു, ഈ ബാലനീതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത സ്റ്റേറ്റ് ഗവൺമെന്റ് ഏത് ഭരണകൂടം അധികാരത്തിൽ വന്നാലും ഈ ബാലനീതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 300-ലധികം വരുന്ന മുസ്ലിം അനാഥശാലകൾ, അതേപോലെ 1000-ലധികം വരുന്ന ക്രൈസ്തവ സമുദായം നടത്തിക്കൊണ്ടിരിക്കുന്ന അനാഥശാലകൾ, ആയിരക്കണക്കിന് വരുന്ന ഇവിടുത്തെ പള്ളി മരിച്ചുകൾ, അറബി കോളേജുകൾ, ദാൽഹുദയുടെയും വാഫിയുടെയും പള്ളിക്കാട് ജാമിഅയുടെ അറബി കോളേജിന്റെയും ഒക്കെ ആയിരക്കണക്കിന് വരുന്ന ഈ അറബി കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അത് അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന വലിയൊരു നിയമമാണ് ഇവിടെ പാർലമെന്റ് പാസാക്കിയിരിക്കുന്നത്. ആ നിയമം ഏതർത്ഥത്തിൽ നടപ്പിലാക്കണമെന്ന് ഇനി തീരുമാനിക്കേണ്ട ചുമതല ഇവിടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്, ഇവിടുത്തെ സാമൂഹ്യനീതി വകുപ്പിനാണ്. ഈ സാമൂഹ്യനീതി വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന ഗവൺമെന്റിന്റെ ചട്ടം ഇനി എഴുതിയുണ്ടാക്കേണ്ടത്. ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഈ ബാലനീതി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ബാലനീതി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് നിലപാടാണ് അവരിവിടെ സ്വീകരിക്കാൻ പോകുന്നതെന്ന് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇതേപോലെ ഒരുപാട് ഭീഷണികൾ ഒരു ഭാഗത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വളരെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കണം. സമുദായത്തിനകത്ത് ശത്രുക്കൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ, ശത്രുക്കൾക്ക് പുതിയ പുതിയ ആളുകൾ സൃഷ്ടിച്ചു കൊടുക്കുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ നമ്മുടെ ഭാഗത്ത് നിലപാടുകൾ സ്വീകരിക്കാൻ പാടില്ല. നമ്മുടെ ഭാഗത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യം, മുസ്ലിം സമുദായത്തിൽ അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ പാടില്ല. ഇന്നെല്ലാവരും കോംപ്രമൈസിന്റെ ഭാഗത്താണ്. ഇനി ഒരു പക്ഷേ ഈ പുതിയ യുവ കോമളന്മാർ ഒരു
പക്ഷേ പറയാൻ സാധ്യതയുണ്ട്, അങ്ങനെ യതീംഖാന നടത്തുകയാണെങ്കിൽ യതീംഖാന ഗവൺമെന്റിന്റെ ഗ്രാന്റ് വാങ്ങിയിട്ടല്ലേ, അതേപോലെ ആളുകൾ സംഭാവന വാങ്ങിയിട്ടല്ലേ, അവിടെ എന്താ ഒരു 10 ഹിന്ദു വിദ്യാർത്ഥികളൊക്കെ താമസിപ്പിച്ചാലെന്താ, ഒരു 10 ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ആളുകൾ താമസിപ്പിച്ചാലെന്താ? അങ്ങനെ ശുദ്ധ മതേതരത്വം ഒരുപക്ഷെ പുതിയ അൾട്രാ സെക്യുലറിസ്റ്റ് യൂത്തന്മാർ ഇവിടെ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അത്തരം വാദഗതികളുമായിട്ട് ഈ രാജ്യത്തെ, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാന പ്രക്രിയയിൽ വലിയ സംഭാവന അർപ്പിച്ചിട്ടുള്ള സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ആയിരക്കണക്കിന് വരുന്ന ഈ സ്ഥാപനങ്ങളെ കൂച്ചുവിലങ്ങാൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഈ നിയമത്തോട് ഇത്തരം ആളുകളൊക്കെ അത്തരം വൃത്തികെട്ട സമീപനങ്ങളുമായി കടന്നു വന്നാൽ അവരെ ഇരുത്താൻ ഈ സംഘടന സജ്ജമാകുമെന്ന് ഒരു മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം ഇതാരെയും എതിർക്കാനല്ല, ആരെയും വില കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ആരെയും പരിഹസിക്കാൻ വേണ്ടിയിട്ടില്ല. ന്യായമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഈ വാദഗതികൾ ഇതേപോലെ ഓരോ വിഷയങ്ങളും സമൂഹത്തിൽ കടന്നു വരുമ്പോൾ അതത് സമയത്ത് സമയബന്ധിതമായി ഈ സംഘടന പ്രതികരിക്കും എന്ന കാര്യം മാത്രമാണ് SKSF സമൂഹത്തിൽ ചെയ്തിട്ടുള്ള തെറ്റുള്ളത്. ഞങ്ങൾ ആലോചിക്കണം, മാതൃഭൂമിയിൽ ഒരു വൃത്തികെട്ട മനുഷ്യൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരണം നടത്തിയപ്പോ ആ പത്രം പുറത്തിറങ്ങി 6 മണിക്കൂർ കഴിയുമ്പോഴേക്ക് 100 കണക്കിന് SKSF പ്രവർത്തകന്മാർ മാതൃഭൂമി പത്രത്തിന്റെ ആ പത്രം ഉപരോധിച്ചുവെങ്കിൽ ഇവിടെ ഒരുപാട് വിദ്യാർത്ഥി സംഘം ഉണ്ടായിരുന്നല്ലോ, ഒരുപാട് അവകാശവാദങ്ങളിലേക്ക് നാളുകളുണ്ടായിരുന്നല്ലോ. അവരെ ആരും അവിടെ കണ്ടിട്ടില്ല. അവിടെ പ്രതികരിക്കാൻ ആർജവത്തോടെ വന്നത് SKSF മാത്രമായിരുന്നു. അങ്ങനെ പ്രതികരിക്കാൻ ആർക്കും ആവില്ല, സമരം ചെയ്യാനും ആർക്കും ആവില്ല. പക്ഷേ ഈ SKSF പ്രതികരിക്കാൻ പാടില്ല, അവർക്ക് കുറച്ച് കൂടുതലാണ്, അവർക്കെന്താ ഒരു കൊമ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ആവശ്യമെങ്കിൽ ഒന്നല്ല, ഒന്നിലധികം കൊമ്പും പ്രകടിപ്പിക്കാൻ ഈ സംഘടനയ്ക്ക് ശക്തിയുണ്ട് എന്ന് മാത്രമേ അത് സംബന്ധമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വഴി സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ മഹാന്മാരായ പണ്ഡിതന്മാർ കാണിച്ചെന്ന വഴിയാണ്. അവർ കാണിച്ചു തന്നത് ഇസ്ലാമിക ശരീഅത്തിനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ആവശ്യമായ ഈ ഭരണഘടന അനുവദിച്ചു നൽകുന്ന ആ വഴികളിലൂടെ വളർന്നുവരുന്ന വിദ്യാർത്ഥി മുസ്ലിം ചെറുപ്പക്കാരെ, വിദ്യാർത്ഥി യുവജനങ്ങളെ വളർത്തിക്കൊണ്ടുവരാനും അവരെ പരിശീലിപ്പിക്കാനും ഈ സമുദായത്തിന്റെ ആത്മീയമായ സംസ്കരണ പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും ദാവാ പ്രവർത്തനങ്ങളിലും ആവശ്യമെങ്കിൽ അവകാശ പോരാട്ടങ്ങളിലും പങ്കാളികളാക്കുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് ഈ സംഘടനയ്ക്ക് നിർവഹിക്കാനുള്ളത്. ആ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഈ സംഘടന ശക്തമായി മുന്നോട്ട് പോകും. ആ മുന്നോട്ട് പോകുന്ന ഘട്ടങ്ങളിലൊക്കെ നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടായിരിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇതിലൂടെ അനുസ്മരിച്ച മഹാനായ KP ഉസ്താദിന്റെ പരലോകത്തെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക്, ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികൾക്ക്, സംസ്ഥാന കമ്മിറ്റിയുടെ പ്രത്യേകമായ അഭിനന്ദനം കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഈ വിനീതനത്തെ ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്യുന്നു. വാഹ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.